ജസ്റ്റിസ് മണികുമാർ ഗവർണർ ഒപ്പിടാൻ കാത്തിരിക്കുകയായിരുന്നു. ഗവർണർ ഒപ്പിട്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാവാനില്ല എന്ന്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഗവർണർ ഒപ്പിടുന്നില്ല, ഈ ഫയൽ ഉൾപ്പെടെ പിടിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ഈ പണിക്കില്ലായിരുന്നു എന്നുള്ളത്? അല്ല, അങ്ങേരെ ഈ പണിക്ക് നിയോഗിക്കാൻ പോകുന്നു എന്ന് അങ്ങേര് ഒഫീഷ്യലി അറിയുന്നത് എപ്പോഴാണ്? അതറിയുമ്പോഴേ അങ്ങേർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. പത്രവാർത്തയുടെ ബേസിൽ അല്ലെങ്കിൽ ചാനൽ വാർത്തകളുടെ ബേസിൽ അങ്ങേരിത് ആരോടാ പറയുക? മുഖ്യമന്ത്രിയോട് പറയണം ഞാനില്ല കേട്ടോന്നോ, അല്ലെങ്കിൽ ഗവർണറെ വിളിച്ച് പറയണം. വിളിച്ച് പറഞ്ഞു. അവർ പറയുന്നു നിങ്ങളുണ്ട് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല, അതിങ്ങനെ ടി വിയിൽ കണ്ടു. ടി വിയിലൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാണ് മിസ്റ്റർ എന്ന് ചോദിച്ച നാണക്കേടാർക്കാ? അങ്ങനെ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ? വെറുതെ ഒരാളുടെ പേരിട്ട് ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ അലക്കുമ്പോൾ ഞാൻ ഈ പരിപാടിക്കില്ല എന്നൊരു നോട്ട് എഴുതി പത്രക്കാർക്ക് കൊടുക്കാമല്ലോ. അല്ല, എന്തിനു കൊടുക്കണം? ഈ പൊതുവേ ജഡ്ജിമാരുണ്ടല്ലോ, നിങ്ങൾ ഈ പത്രത്തിലെ ടി വിയിലെ ഈ ബഹളങ്ങൾ അവരെ അഫക്റ്റ് ചെയ്യില്ല. അവരുടെ കയ്യിൽ കടലാസ് കിട്ടാതെ അവരൊരു അക്ഷരം മിണ്ടണമെന്നില്ല. മിണ്ടുന്ന അത്യപൂർവം ചില മനുഷ്യരുണ്ടാവും. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ജഡ്ജിയും മിണ്ടിയിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ഈ പുള്ളി ഇദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോയി. ഇതിനു മുമ്പ് ഒരു ചീഫുമാരും അങ്ങനെ പോയിട്ടില്ല. അല്ല, ഇതെല്ലാം ഈ ചില ഇൻഫറൻസസ് ആണ്. ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻസ് എടുക്കുക, അതിൽ സർക്കാരിനെതിരെ എത്ര വിധിയുണ്ട്? 15 എണ്ണം. സർക്കാരിന് അനുകൂലം 35 എണ്ണം. അതാണ് കൂടുതലെന്ന് പൊതുവെ അപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട്. അത് പറയുന്നു. കാരണം ഈ കേസ് തോറ്റവരെല്ലാം നിരാശരാകും. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ജസ്റ്റിസ് മണികുമാറിൻ്റെ മുമ്പിൽ പൊതു താൽപര്യ ഹർജിയുമായിട്ട് പോയവനാണ്. എൻ്റെ കേസ് ഞാൻ സ്വയം വിധിച്ചു. മണികുമാർ 2-3 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വി ആർ നോട്ട് ഇൻക്ലൈൻഡ്. സാധാരണ ഒരു വക്കീൽ ആ സമയത്ത് ചെയ്യുന്നത് കൈൻഡ്ലി അലോ മീ ടു വിഡ്രോ ദ പെറ്റീഷൻ എന്നാണ്. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് മേ ബി പാസ്ഡ്. അപ്പം മണികുമാർ പ്രശ്നത്തിലായി. കാരണം അപ്രോപ്രിയേറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ഹർജി തള്ളുന്നു ന്യായം എഴുതണം. ഒരു 5-6 പേജ് എഴുതണ്ടേ? ഞാനൊരു 5-6 പോയിൻറ്റ്സ് ഉന്നയിച്ചിട്ടുണ്ട്. ആ ഓരോ പോയിൻറ്റും പരിശോധിച്ച് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു കൺക്ലൂഷനൊക്കെ ആയിട്ടൊരു ജഡ്ജ്മെൻ്റ് എഴുതുന്നത് തലവേദനയാണ്. അപ്പോൾ സാധാരണ ഇതിൽ പുള്ളി പ്രതീക്ഷിച്ചത് ഞാൻ വി ആർ നോട്ട് ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ കൈൻഡ്ലി അലോ മീ ടു വിഡ്രോ എന്ന് പറയും, ഡിസ്മിസ് ആസ് വിഡ്രോൺ. 2 ലൈൻ എഴുതി കഴിഞ്ഞാൽ പുള്ളിയുടെ ജോലി കഴിഞ്ഞു. ഇതാണ് സാധാരണ നടക്കുന്നത്. ബട്ട് ഐ ഇൻസിസ്റ്റ്. കാരണം ഞാൻ ശരി, എനിക്ക് അത്ര താല്പര്യം ഇല്ല നിങ്ങളുടെ ഹർജിയിൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടില്ല എന്ന് എഴുതി കിട്ടണമെന്ന് എനിക്കും വാശിയായിരുന്നു. ഞാൻ കേസ് തോക്കുന്നു എന്നുള്ളത് വേറെ കാര്യം, തോറ്റതിൻ്റെ ന്യായം എന്താണെന്ന് അറിയണം. നമ്മുടെ അവകാശം ഒന്നുമല്ല തോറ്റതിൻ്റെ ന്യായം പറയാനൊന്നും അങ്ങനെ ചുമ്മാ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞു ഒറ്റ സെൻറ്റൻസിൽ ഡിസ്മിസ് ചെയ്താൽ കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. ഇൻജസ്റ്റിസ് അല്ലേ? ഇൻജസ്റ്റിസോ എന്തോ ആയിക്കോട്ടെ, they can do that. അവർ ചെയ്യാം. Having found no substance in this petition, we are dismissing it. കഴിയും. ഇതിൽ സബ്സ്റ്റൻസ് ഇല്ല. ന്യായം കൊണ്ടുവന്നിട്ട് വേണ്ടേ ന്യായം എഴുതാനായിട്ട്. There is no substance in your arguments. We are dismissing it. ചെയ്യാം. അതെ, അത് ചെയ്യാം കോടതിക്ക്. But he did not do that. He said, okay, I will release appropriate order. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഓർഡർ ഒരു 6 പേജുള്ള ഓർഡർ എഴുതി തന്നു. ദിസ് വാസ് ജസ്റ്റിസ് മണികുമാർ. അപ്പോൾ ഈ എണ്ണം നോക്കിയിട്ട് ഞാൻ കേസ് നോക്കുമ്പോൾ എനിക്കൊരു ദേഷ്യം വരും ജഡ്ജിയോട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, സർക്കാരിനെതിരെ ഉത്തരവ് പാസ്സാക്കാത്ത ആളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ധാരാളം വക്കീലന്മാരുണ്ട്. എന്നോടും അന്ന് എല്ലാവരും ചോദിച്ചു, ചേട്ടാ എന്തായി? ഞാൻ പറഞ്ഞു തോറ്റു. എന്നിട്ടാണോ ചേട്ടനും കൂടെ ചായ കുടിച്ച് നിൽക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? 4-ാം നിലയിലാണ് ഈ കേസ്. 4-ാം നിലയിൽ നിന്ന് താഴത്തേക്ക് ചാടാൻ എനിക്ക് കേസ് തോറ്റു എന്ന് പറഞ്ഞു. കേസ് വേറൊരു ലോകമാണ്. നിങ്ങൾ ചിലപ്പോൾ തോറ്റു എന്നിരിക്കും. ന്യായം നിങ്ങളുടെ ഭാഗത്ത് ആയിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ തോറ്റുപോയെന്നൊക്കെ ഇരിക്കും. ഇറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. അല്ലാതെ ആ ജഡ്ജി മോശക്കാരനാണ്, അങ്ങേരും മനുഷ്യാവകാശ കമ്മീഷനായി നോട്ടമാണ്. ഇത് എല്ലാ ജഡ്ജിമാരെ പറ്റിയും ഇപ്പോൾ സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെ പറ്റി നോക്കുക. പുള്ളിയും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സർക്കാരിനെതിരെ ഉടനെ പറയും അങ്ങേർക്ക് എന്തോ പോസ്റ്റിനുള്ള മോഹമാണ്. ഇതൊരു മോശം കാര്യമാണ്, ഇത് ചെയ്തുകൂടാ. ഇത് അവരുടെ പൊസിഷനിൽ ഇരുന്നിട്ട് അവരുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അവർ ജഡ്ജ്മെൻ്റ് എഴുതുന്നു.
അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു, ചിലപ്പോൾ എതിരായിട്ട് വരുന്നു. അതിൽ കയറിയിട്ട് ആ ജഡ്ജ്മെൻ്റ് എണ്ണിയിപ്പിച്ച് കീറിയൊക്കെ നോക്കിയിട്ട് അവർ സ്ഥാനമോഹികളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ആയി കഴിഞ്ഞിട്ട് അതിന് മുമ്പോ തൊട്ട് മുമ്പോ മറ്റോ പാർട്ടിക്ക് ഡിന്നർ പാർട്ടിക്ക് മുമ്പാണ്. വേണമെങ്കിൽ നമുക്കതിലൊരു ഇംപ്രോപ്രൈറ്റി ആരോപിക്കാം, ചെയ്യരുതായ ഒരു ശരിയായില്ല എന്ന് പറയാം. അതിൽ കവിഞ്ഞ് അതിനകത്ത് ദുഷ്ടലാക്കൊണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പൊരു ചീഫ് ജസ്റ്റിസുമാരെയും വിളിച്ചിട്ടുമില്ല. അല്ല, മുഖ്യമന്ത്രി മുമ്പ് ചീഫ് ജസ്റ്റിസുമാരെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്രസക്തമാണ്. ഇത്തവണ ജസ്റ്റിസ് മണികുമാർ പോയത് ശരിയോ തെറ്റോ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ അതൊരു ഇംപ്രോപ്പർ ആക്ടിവിറ്റി ആയിപ്പോയി, ഇംപ്രോപ്പറേറ്റി എന്ന് പറയാം, അനുചിതമായ ഒരു പെരുമാറ്റമായി പോയി എന്ന് പറയാം. അതിൽ കവിഞ്ഞതിൽ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നുമില്ല. അതിനിടയ്ക്ക് വി ഡി സതീശനാണ് ഈ വേണ്ടാത്ത പുലിവാലൊക്കെ ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി ഒരേ ഒരു പേരെ നിർദ്ദേശിച്ചുള്ളൂ, ആ പേര് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഹി വെൻറ്റ് ഇൻ ടു ദ പബ്ലിക്. ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഇഫ് മണികുമാർ ഈസ് നോട്ട് ഇൻ യുവർ ലൈക്കിംഗ്, യു റെക്കോർഡ് ഇറ്റ്. ഈ തീരുമാനത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുക. പുറത്ത് പത്രക്കാരോട് ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനലി ഫോം ചെയ്തൊരു കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. അതിനകത്ത് നടന്ന ഡെലിബറേഷൻസ് ഞാൻ പുറത്ത് പറയുന്നത് മര്യാദയല്ല, അതുകൊണ്ട് ഞാനത് പറയില്ല എന്ന്. ഒരുപക്ഷെ ആത്മാഭിമാനത്തിന് മുറിവേറ്റതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ തീരുമാനമെടുത്തത് അല്ലേ എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് വല്ലാതെ വലിച്ചിഴക്കപ്പെടുകയും അപമാനിതനാകുകയും ചെയ്തു. അദ്ദേഹം എന്തോ സ്ഥാനമോഹിയാണെന്ന് വ്യാപകമായ പ്രചരണം നടന്നു. അത് പ്രതിപക്ഷ നേതാവ് ശരിവെച്ചു. പ്രതിപക്ഷ നേതാവ് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു മെമ്പറുമാണ്. അത് മാത്രമല്ല, സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പർ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രതിഷേധിക്കുന്നത് മാത്രമല്ല, പുറത്തിറങ്ങി നാട് നിങ്ങളെ ഇത് പറഞ്ഞു ചാനൽ ചർച്ചകൾ നടന്നു. അപ്പോൾ ഇനി അദ്ദേഹം ആ പദവി ഹോൾഡ് ചെയ്താൽ തന്നെ പുള്ളിയെ ഒരു വിഭാഗം ആളുകളെങ്കിലും സംശയദൃഷ്ടിയോടെ കാണും. അങ്ങനെ കാണുള്ളൂ. അപ്പോൾ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ്. പിന്നെ ഇത് നേരത്തെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞാലും ഈ കുഴപ്പമുണ്ട്. നിങ്ങളെങ്ങനെ അറിഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു? അത് മാധ്യമങ്ങളിൽ വന്നതിൻ്റെ പേരിൽ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയൊക്കെ പറയാമോ? മാധ്യമങ്ങളിൽ എന്തെല്ലാം വരുന്നു, അതിനൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും. സോ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ലെറ്റ് ദ ഓഫർ കംസ്. ഐ റിജക്റ്റ് ഇറ്റ്. ഓഫർ കെയിം, ഹി റിജക്റ്റഡ് സൈറ്റിംഗ് പേഴ്സണൽ ഗ്രൗണ്ട്സ്. വേറെ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. സിൻസ് മൈ അപ്പോയിൻമെൻറ്റ് ഈസ് ഇൻ കോൺട്രവേഴ്സി, ഐ ഡോണ്ട് വാണ്ട് ടു എൻ്റർ ഇൻ ടു ദാറ്റ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഡ്യൂ ടു പേഴ്സണൽ റീസൺ. വളരെ പക്വവും മാന്യവുമായ ഒരു നിലപാടാണ്. മാന്യമായ നിലപാടാണ്. നമ്മുടെ ഈ സംസ്ഥാനം. ആൻഡ് നെവർദലെസ് ഞാനൊരു കാര്യം പറയാം, ഇത് അദ്ദേഹം നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പദവികൾ അദ്ദേഹം വഹിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ ഗിവ് ഹിം എ ജോബ്, ഓർ തമിഴ്നാട് ഗവൺമെൻറ് മേ ഓഫർ ഹിം എ ജോബ്, ഈവൻ കേരള ഗവൺമെൻറ് ഇഫ് ഓഫറിംഗ് സം അതർ ജോബ് ഹി മേ ടേക്ക് അപ്പ് ദാറ്റ്. ഓൾ ദീസ് തിങ്സ് ആർ പോസിബിൾ. ചീഫ് ജസ്റ്റിസുമാർ സംസ്ഥാന സർക്കാരിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കുറഞ്ഞ ഒരു പദവിയിലൊന്നും ഇരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയില്ല. CJI വന്നിട്ട് ഗവർണറായിട്ടിരുന്നല്ലോ. അതെ, അതാ CJI ഗവർണറായിട്ടിരുന്നു. അതിനു മുമ്പ് തന്നെ സുപ്രീം കോടതി ജഡ്ജി ഫാത്തിമ ബീബി തമിഴ്നാട് ഗവർണറായിട്ടിരുന്നു. ആ വിഷയം അവസാനിച്ചത് അങ്ങനെയാണ്, ഓർമ്മയുണ്ടോ? ഈ സദാശിവം കേരള ഗവർണറായിട്ടിരുന്നു എന്ന് പറഞ്ഞ് വാൻ ചെണ്ടയടി അങ്ങ് തുടങ്ങി. രണ്ടാം ദിവസം ആരോ പറഞ്ഞു, അല്ല ഫാത്തിമ ബീബി ഇവിടെ ജസ്റ്റിസ് ഗവർണറായിരുന്നു എന്ന് പറഞ്ഞു. ആര്? ഫാത്തിമ ബീബി. ഫാത്തിമ ബീബി എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീബി. അതെ, ചെണ്ട കൊട്ട എല്ലാവരും നിർത്തി ചെണ്ട പരന്ന് വെച്ചു, പിന്നെ തിരിച്ചെടുത്തിട്ടില്ല. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും മണികുമാർ നമ്മുടെ ജുഡീഷ്യറിയുടെ കൂടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീരുമാനമാണ് എടുത്ത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ആശംസകൾ നേരാൻ വരട്ടെ. കാരണം ഈ ഇഷ്യൂ ഇവിടെ അവസാനിച്ചു ഞാൻ കരുതുന്നില്ല. കാരണം മുഖ്യമന്ത്രി എടുത്തൊരു ഡിസിഷനാണ്. സാധാരണഗതിയിൽ പിണറായി വിജയൻ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് അങ്ങനെ അത് നടപ്പിലാക്കാൻ നോക്കും. ഒരു തോൽവി സമ്മതിക്കുന്ന ഒരാളല്ല പിണറായി വിജയൻ. സ്വയം അപഹാസ്യനായാലും ശരി, തോൽക്കാൻ പുള്ളി തയ്യാറാവില്ല. അതുകൊണ്ട് ഹി മേ പെർസ്വേഡ് ഈവൻ മണികുമാർ. സപ്പോസ് പിണറായി വിജയൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകുന്നു, നേരിട്ട് മണികുമാറിനെ കാണുന്നു. ദിസ് ഈസ് വെരി സാഡനിങ്. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഞാൻ കൊടുത്ത പ്രൊപ്പോസലാണ്. മറ്റേ ആൾ ശരി, കമ്മിറ്റിയിലെ മറ്റേ ആൾ എഗ്രി ചെയ്തില്ല, അയാൾ പൊളിറ്റീഷ്യനാണ്, അയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അതിൻ്റെ പേരിൽ നിങ്ങളിത് ചെയ്യരുത്. ഐ നോ യു ഹാവ് നോ ഹെൽത്ത് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ്, പേഴ്സണൽ പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് എനിക്കറിയാം. പ്രോബ്ലി യു ആർ ഹർട്ട് ബൈ ദ
negative advertisement in the TVs, etc. Please ignore that. Suppose Arif Muhammad Khan makes a phone call to him. Hey, അതേ ഞാനൊരു അപ്പോയിൻമെൻ്റ് ഒപ്പിട്ട് എന്താണ് പോയത്? യു ആർ ബിലിറ്റിലിങ് മീ. ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അതല്ലെങ്കിൽ അല്ല ഞാൻ ടി വി വാർത്ത കൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രതികരിക്കേണ്ട. ടി വി വാർത്ത കാണുമ്പോൾ യു കുഡ് ഹാവ് കോൾ മീ, ഇതാ ഞാനില്ല കേട്ടോ, ഇനി എൻ്റെ പേര് പ്രപ്പോസ് ചെയ്ത് അങ്ങ് ഒപ്പിട്ട് വഷളാവാൻ നിൽക്കരുത് എന്ന് പറയാമായിരുന്നില്ലേ? അപ്പം മണികുമാർ ഡിഫെൻസീവിലാവും. ശരിയല്ലേ? പരസ്യപ്രതികരണം വേണ്ട. ഒന്നുകിൽ പിണറായി വിജയന് അല്ലെങ്കിൽ ഗവർണറെ വിളിച്ച് പറയുന്നു ഈ ബഹളമൊക്കെ നടക്കുന്ന എൻ്റെ പേരങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കും. ഇനി നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് ഗവർണർ ഒപ്പിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പേരും ചെയ്യാം. 3 പേർക്കും മോശമാണ്. ഇത് ചെയ്യാമായിരുന്നില്ല എന്ന് ഗവർണറോ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ ചോദിക്കുകയാണ്. എന്ത് പരിപാടിയാണ്? അങ്ങനെയാണെങ്കിൽ എന്നോട് നേരത്തെ പറയായിരുന്നില്ല. നൗ ശരിയല്ല. ചിലപ്പോൾ വഴങ്ങിയെന്ന് വരും. എന്തായാലും അദ്ദേഹത്തിന് ആശംസകൾ വീണ്ടും നേരാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.